പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് മുരളിമന്ത്രി വെച്ച വെടി സ്വന്തം ആസനത്തിൽ തന്നെ കൊണ്ടപ്പോ നിന്ന നിപ്പിൽ മലക്കം മറിഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടത്രേ. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ആശുപത്രികളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം തടയുമെന്ന നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് മാത്രമെന്നും അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമെന്നും വാർത്താക്കുറിപ്പ്. കെ മുരളീധരൻ മലക്കം മറിഞ്ഞത് ആശുപത്രി കൂട്ടിരിപ്പുകാർ അടക്കം സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ദൈനംദിനം പ്രശ്നങ്ങളാണ്. ജനം ആശുപത്രിക്കകത്ത് നട്ടം തിരിയുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. വലിയ പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മന്ത്രിയുടെ PR കിങ്കരന്മാർ കണ്ടെത്തിയ വഴിയായിരുന്നു നമുക്ക് പൊതിച്ചോറിലേക്ക് പിടിക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പൊതുവികാരം ഉടനെ ഉയരുമ്പോൾ നമുക്ക് ചർച്ച അതിലേക്ക് കൊണ്ടുപോയി ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെ രക്ഷപ്പെടുത്താം. ഇതായിരുന്നു തന്ത്രം. ആ നീക്കത്തിന് ഇന്നലെ തുടക്കമിട്ടുകൊണ്ട് ഒരു വെടി പൊട്ടിച്ചു. സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉടലെടുത്തു. നോക്കിയപ്പോ കൊള്ളാം, അടിച്ച ഡയലോഗ് ഒന്ന് കത്തി. അങ്ങനെയാണ് ഇന്ന് രാവിലെ വന്ന് ഒന്നുകൂടി കനത്തിൽ ഒരു പഞ്ച് ഡയലോഗ് മന്ത്രി രാവിലെ അമ്പലത്തിൽ പോയി കുറിയിട്ടിട്ട് വന്നിട്ട് എല്ലാ വിശ്വാസവും ആവാഹിച്ചുകൊണ്ട് ഈ ഡയലോഗ് അടിച്ചു. ഞാൻ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ ഡയലോഗ് അങ്ങ് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണവും ഒപ്പം തന്നെ ബാനർ വെച്ച് ആഹാരം കൊടുക്കുന്നത് ശരിയല്ല എന്ന മന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് പ്രതികരണം എടുക്കാൻ പോയപ്പോഴാണ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഒരു കാഴ്ച കണ്ടത്. ആ കാഴ്ചയോടുകൂടി മന്ത്രിയുടെ ഫ്യൂസ് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. എനിക്ക് പുറകിലായി ഇപ്പോൾ ഏറ്റവും കാണുന്നത് ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി പുതുപ്പള്ളി. അവർ 15 വർഷമായി, ഒന്നോ രണ്ടോ അല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം, 15 വർഷമായി ഇവിടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുകയാണ്. അത് ഈ ഫ്ലെക്സ് ബോർഡിൽ കരുണാകരൻ ഈ ചിരിച്ചു നിൽക്കുന്ന, ലീഡർ ചിരിച്ചു നിൽക്കുന്ന ഈ പടത്തിന് തൊട്ട് താഴെ വെച്ചാണ് അവർ വിതരണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർ മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നു. വളരെ മഹത്തായ കാര്യമാണ് എന്നുള്ളതാണ്. മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമുക്ക് തൊട്ട് സമീപത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സേവാഭാരതിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം. അതിൽ പ്രഭാത ഭക്ഷണം എല്ലാ ചൊവ്വാഴ്ചയും അവർ നൽകുന്നുണ്ടെന്ന് എഴുതി വയ്ക്കുന്നു. കണ്ടല്ലോ, സ്വന്തം അപ്പന്റെ പേരിൽ, അതായത് കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ച് അല്ലെങ്കിൽ ബാനർ കെട്ടിത്തൂക്കി തന്നെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുടരുമ്പോൾ മന്ത്രി ഇന്നലെ അടിച്ച അടി അല്ലെങ്കിൽ പൊട്ടിച്ച വെടി സ്വന്തം ആസനത്തിൽ തന്നെ ഇരുന്ന് പൊട്ടുന്ന അവസ്ഥയുണ്ടായി. ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് എതിർപ്പ് വന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ സേവനം ചെയ്യുമ്പോൾ എന്തിനാ ബോർഡ്, എന്തിനാ? കമ്മ്യൂണിറ്റി കിച്ചണാകുമ്പോൾ നിങ്ങൾ കൊണ്ടുകൊടുത്തോ, ആര് വേണമെങ്കിലും കൊണ്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിന് എൻ്റെ ഐഡന്റിറ്റിയുടെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു കഴിവുള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കുന്നു. അതിപ്പോ എന്റെ പേര് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. കേട്ടല്ലോ, ഇപ്പോ വെച്ച വെടി സ്വന്തം ആസനത്തിൽ കൊണ്ടല്ലോ. എനിക്കിപ്പോ ആഹാരം കൊടുക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു ബാനർ കെട്ടിവെച്ച് ആഹാരം കൊടുക്കുന്നത്? കൊടുത്താ പോരെ, എന്തിനാണ് കൊടി, എന്തിനാണ് ബാനർ? ഈ ചോദ്യത്തിന് സ്വന്തം അപ്പന്റെ ചിത്രം വെച്ചിട്ട് 15 വർഷമായി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പുതുപ്പള്ളി യൂണിറ്റ് ആഹാരം കൊടുക്കാറുണ്ട്. അവർ പോലും അപ്പന്റെ ബാനർ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐയെ ഒന്ന് താങ്ങാൻ ശ്രമിച്ചത് സ്വന്തം ആസനത്തിൽ തന്നെ താങ്ങുന്ന അവസ്ഥയായി. ഇതും പോരാഞ്ഞിട്ട് മാധ്യമങ്ങൾ നാട്ടുകാരുടെ പ്രതികരണം കൂടിയെടുത്തു. ആ പ്രതികരണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കേട്ടപ്പോ വിവാദം ട്രാക്ക് തെറ്റി സഞ്ചരിച്ചു തുടങ്ങി. മൊത്തത്തിൽ ഊരാക്കുടുക്കായി എന്ന് മന്ത്രിക്ക് മനസ്സിലായി. കാര്യം, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് താഴെ മന്ത്രിയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ
നാട്ടുകാർ കയറി വിളിച്ച വിളി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ശ്രീ കരുണാകരൻ ഇന്ന് സ്വർഗത്തിലിരുന്ന് തുമ്മുന്നുണ്ടായിരിക്കും. തുമ്മലിന് ഒരു റെസ്റ്റും ഉണ്ടാവാത്ത അവസ്ഥയിലാണ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാ ഇത് നിർത്താൻ പാടില്ല. ഇത്രയും ജനങ്ങൾ, എത്ര ആൾക്കാർ വാങ്ങാനുള്ളതാണ്. ഇത്രയും ജീവികൾക്ക് വാങ്ങാൻ പൈസ ഉണ്ട്. അന്ന കിട്ടുന്ന അത്രയും ഉപകാരമാണ്. ഇതെന്തായാലും നിർത്താൻ പാടില്ല. എത്ര ജനങ്ങളാണ് ഈ പൊതിച്ചോറ് വാങ്ങി തിന്നുന്നത്. അപ്പൊ ഈ മന്തിന് പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഹോട്ടലിൽ പോയി വാങ്ങാൻ കഴിയാത്ത എത്രയോ ടെസ്റ്റുകൾ കാര്യങ്ങളും മെഡിക്കൽ കോളേജിൽ തരുന്ന അതിലെ പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് നിർത്താൻ പാടില്ല, തീരെ നിർത്താൻ പാടില്ല. എന്റെ അഭിപ്രായത്തില് മന്തിരി കേട്ടാലും വേണ്ടില്ല. അത്രയും പാവപ്പെട്ടവരാണ് ഈ എണ്ണ വാങ്ങുന്നത്. കണ്ടല്ലോ, മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയൊരവസ്ഥയിലെത്തി. നാട്ടുകാരെല്ലാം കൂടി എതിരാകും. ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ കൂടി നാട്ടുകാരെടുത്ത് പുറത്തിട്ടതോടുകൂടിയും വിമർശനം ശക്തമായപ്പോൾ പതിയെ മന്ത്രി ക്യാമറകൾക്ക് മുന്നിൽ വരാതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി തടി തപ്പുകയായിരുന്നു. ആശുപത്രികളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം തടയുമെന്ന നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് മാത്രമെന്നും അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമെന്നും വാർത്താക്കുറിപ്പ്. കെ മുരളീധരൻ മലക്കം മറിഞ്ഞത് ആശുപത്രി കൂട്ടിരിപ്പുകാർ അടക്കം സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ. കണ്ടല്ലോ, മലക്കം മറിഞ്ഞു മന്ത്രി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രമാണത്രേ പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും, ഞങ്ങൾ സന്നദ്ധ സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട്, എല്ലായിടത്തും. ഇനിയിപ്പോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കണ്ട എന്ന് പ്രഖ്യാപിച്ച മന്ത്രി ഏറ്റവും ഒടുവിൽ പറയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറഞ്ഞതത്രേ. ഇത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, കിട്ടേണ്ടത് കിട്ടിയ കിട്ടൂന് ഉറക്കം വരുമെന്ന്. അങ്ങനെ കിട്ടേണ്ടത് നാട്ടുകാരെന്ന് കാര്യമായിട്ട് കിട്ടിയപ്പോ ആവശ്യമില്ലാത്തൊരു വിവാദം കുത്തിപ്പൊക്കിയതിന് ആരോഗ്യമന്ത്രി നേരെ ശൂന്യാകാശത്ത് പോയി നിന്ന് അറഞ്ചം പുറഞ്ചം വാങ്ങിക്കൂട്ടിയിട്ട് ഇപ്പോ സാഷ്ടാംഗം വീണിരിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ ആ വിവാദത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തെളിയുകയാണ്.